ഹരിമുരളി തിരിപുത്തി കമ്പനിക്ക് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് നമ്മൾ പിന്നെയും ഒരു ചലഞ്ച് വീഡിയോ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് എന്റെ ഒരു പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യാൻ പോണത്. നമ്മളെ ഇന്നത്തെ ചലഞ്ച് ഹാൻഡ് ഗ്യാഗ് സിംഗിങ് ചലഞ്ച്. അപ്പൊ ഗൈസ് ഈ ചലഞ്ച് ഇങ്ങനെയാ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാല് നമ്മള് റോക്ക് പേപ്പർ കളിച്ച് തീരുമാനിക്കുക ഒരാളെ, എന്നിട്ട് അപ്പൊ ഒരാളാവല്ലോ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് അതിലൊരാളിപ്പോ ജയിക്കോ തോക്കോ ചെയ്യും. അയാളെ വാ നമ്മള് പൊത്തിപ്പിടിക്കും. എന്നിട്ട് അയാളെ ചെവിയില് ഇപ്പൊ എന്റെ വായാണ് പൊത്തിപ്പിടിക്കണ എടുക്കുക. അപ്പൊ ശ്രീകുട്ടി അല്ലെങ്കിൽ വാവി എനിക്കൊരു പാട്ട് പറഞ്ഞു തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ വാവ പൊത്തിയെ പിടിച്ച ആ രീതിയിൽ തന്നെ ആ പാട്ട് വാവയ്ക്ക് പറഞ്ഞു കൊടുക്കണം. വാവ അത് കറക്റ്റായി ഗസ് ചെയ്താല് വാവയ്ക്ക് ഒരു പോയിന്റ്, അല്ലെങ്കിൽ പറഞ്ഞാന്ന് ശ്രീകുട്ടിക്ക് ഒരു പോയിന്റ്. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ ഗൈസ് നമുക്ക് നിങ്ങൾ പറയുന്ന എല്ലാ ചലഞ്ചും ഒന്നും ചെയ്യാൻ കഴിയില്ല. ചില ഇതിന് എന്താ പറയാ യൂട്യൂബിന്റെ ഇത് വരും. എന്താ വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ, അപ്പൊ യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് പോളിസി ഒക്കെ നമുക്ക് പാലിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. അപ്പൊ ആയിട്ടില്ല, ഇതിന്റെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാർട്ട് 1ന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് നേരെ ചലഞ്ച് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ് നമ്മൾ റോക്ക് പേപ്പർ കളിക്കും. അതിൽ ആരാണ് ജയിക്കുന്ന ഓരോ വായായിരിക്കും ആദ്യം പൊത്താം. നോക്കാം. എന്താ പിടിച്ച് അത് കൂട്ടൂല. റോക്ക് പേപ്പർ പെൻസിൽ സിസർ. ഇത് കൂട്ടൂല. റോക്ക് പേപ്പർ പെൻസിൽ സിസർ. ഇത് റോക്ക് പേപ്പർ പെൻസിൽ സിസർ. ഇത് പെൻസില. അപ്പൊ നമ്മൾക്ക് ചേച്ചീന്റെ വായ പൊത്താം. ആരാ പാട്ട് പറഞ്ഞുതരാളെന്ന് ഇവര് തീരുമാനിച്ചോട്ടെ. റോക്ക് പേപ്പർ പെൻസിൽ സിസർ. അതിനെത്തിയത് ഓക്കെ അമ്പലപ്പുഴയോ ഹരിതവൃന്ദ ഹരിമുരളീരവം ഹരിതവൃന്ദ. അത്രയും നേരം മുറിച്ചോണ്ട് എന്ത് എനിക്ക് ഒരു പോയിന്റ് അയച്ചുണ്ട്. ഇവർക്കൊക്കെ പൂജയായി. ഇനി ഞാനാണ് പാട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത്. മനക്കുളമായി മുഖമറിക്കും മാനല. മലങ്കുടയായി മുഖമറിക്കും മാനല. മഷിക്കറപ്പിന്നിരിയും മീനൊന്നല്ല. എനിക്കൊരു പോയിന്റ് ഉണ്ട്. 1-1. ആരാണ് വാ പൊത്തണ്ടെന്ന് റോക്ക് പേപ്പർ തീരുമാനിച്ചു. ഓളിപ്പോ പറഞ്ഞില്ല, ഇനി ഞാനല്ലേ ശ്രീകുട്ടിയാണ്. ഗൈസ് ശ്രീകുട്ടിന്റെ വയാണെങ്കിൽ പൊത്താളെ ആരാണ്. അപ്പൊ ശ്രീകുട്ടിക്ക് ആദ്യം ഞങ്ങളേൽ ആരാണ് ആദ്യം ശ്രീകുട്ടിക്ക് പാട്ട് പറഞ്ഞെടുക്കാതൊക്കെ. റോക്ക് പേപ്പർ പെൻസിൽ സിസർ. റോക്ക് പേപ്പർ പെൻസിൽ സിസർ. റോക്ക് പേപ്പർ പെൻസിൽ സിസർ. അപ്പൊ ഗൈസ് ഞാനാണ് ശ്രീകുട്ടി പാട്ട് പറഞ്ഞെടുക്കാളെ. ഇതിന് സൗണ്ട് കുറച്ചായി ഇന്ന് ഞാനാ
പാട്ടിക്കറിയില്ല. നിന്നു ഞാൻ പാട്ട് പാടാൻ പോകുകയാണ്. അതാണ് ഗൈസ് പാട്ട്. ഗൈസ് ഭാവി പാട്ട് പോലും കേട്ടില്ല. പോട്ടെ. ഗൈസ് ഇപ്പോഴത്തെ സ്കോർ നില ഇതെന്താ? ഇപ്പോഴത്തെ സ്കോർ നില 1-1-1. ഓക്കെ ഗൈസ്, ഭാവിയാണ് പാട്ട് പറഞ്ഞു കൊടുക്കാള്. എനിക്ക് ഓർമ്മയില്ല, ഒന്നുകൂടി പാടി. അതും വെച്ച് കുത്തിയിരുന്നു. ഗേസിക്ക് പാട്ട് കിട്ടിയില്ല. പാട്ട് ഏതാന്ന് വെച്ചാൽ അനക്ക് കിട്ടൂല. അടുത്ത ഞാൻ പാടുന്നത് കിട്ടൂല. അടുത്ത ഇപ്പോഴത്തെ സ്കോർ നില 2-1-1. എനിക്കാണ് 2 ഭാവ 2 എടുത്ത് കൊണ്ട്. ഞാൻ ആരാ പാട്ടാണ് എടുക്കണോ? എങ്ങോട്ടാണ്? പെൻസിൽ സീസർ. ശ്രീകുട്ടിയാണ് പാട്ട്. നെല്ലിട്ടോ വേണ്ട. നേരത്തെ പോലെ ഒരു വല്ല ഉള്ളിക്കിടി മാസ്ക് ഇതിനകത്ത് with 2 points. Guys, എനിക്ക് 3 points. എന്തേ മാണിക്കാൻ വല്ല മൂവി അഴകാനും അങ്ങനത്തെ എനിക്ക് അറിയില്ല പാട്ട് ഏതാണ് ഇത്. പാട്ടാണ്. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പങ്കിളിയേ, നിന്റെ ബാലഗോപാലനെ എണ്ണ ജപിക്കും. ഗൈസ് നീ ബാബയ്ക്ക് ഞാൻ പറഞ്ഞെടുക്കാം. എനിക്ക് ഞാൻ പറയാന്നാല് എനിക്ക് 2 points, ബാബയ്ക്ക് 2 points, ഏച്ചിക്ക് 1 point. തിരുമണി മുല്ലേ ചിത്തിര മുല്ലേ. കുഞ്ഞേരിക്ക് ആ പാട്ട് കിട്ടി, ഞാൻ ആ പാട്ട് പാടുക. തിരുമണി മുല്ലേ ചിത്തിര മുല്ലേ, സുഖമല്ലേ സുന്ദരി മുല്ലേ. അപ്പൊ ഗൈസ് ഇപ്പോഴത്തെ സ്കോർ നില 2-1-3. ഗൈസ് ശ്രീകുട്ടിയാണ് ഈ ചലഞ്ചിലെ വിന്നർ. കയ്യോട്ട് കയ്യോട്ട് ജന്തുക്കളെ കയ്യോട്ട്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് സമ്മാനിതാനാണ്. ഗൈസ് എന്ത് എനിക്ക് പറ്റിയറിയില്ല, ഈഡേറ്റ് ചലഞ്ചിലൊക്കെ തോറ്റു പോകുന്നു. ഇനി നമുക്ക് സമ്മാനിതാനാണ്. നമ്മൾ ഇപ്രാവശ്യം കൊടുക്കണേ ലക്സിന്റെ എന്താണ് ഒരു സെറ്റ് പെന്നിന്റെ സെറ്റ് സമ്മാനം കൊടുക്കുക. സമ്മാനം കിട്ടാത്തോണ്ടുള്ള അവൃത്തിയാണ്. അപ്പൊ ഗായ്സ് ഇത് നമ്മളെ വീഡിയോ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്താല് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തോടെ നടന്ന ചലഞ്ച് വീഡിയോ. അപ്പൊ നമ്മൾ പുതിയ ചലഞ്ചുമായി വീണ്ടും എത്തുന്നതായിരിക്കും അടുത്ത ആഴ്ച. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.